മാഡ്രിഡ് ഡെർബി, സ്പെയിനിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ മത്സരം. സാധാരണക്കാരൻ്റെ, പാവപ്പെട്ടവൻ്റെ ടീമെന്നറിയപ്പെടുന്ന അത്ലറ്റിക്കോ മാഡ്രിഡും വമ്പൻ താരങ്ങളുടെ സൂപ്പർ താരനിര തന്നെ നിർത്തുന്ന സാമ്രാജ്യമായ റിയൽ മാഡ്രിഡും തമ്മിലുള്ള പോരാട്ടം. ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ റിയൽ മാഡ്രിഡിനാണ് മേൽക്കോയ്മയെങ്കിൽ സമീപകാല ചരിത്രത്തിൽ അത്ലറ്റിക്കോ കട്ടയ്ക്ക് പിടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വാൻഡ മെട്രോപൊളിറ്റാനയിൽ നടന്ന മത്സരത്തിൽ അൽവാരോ മൊറാട്ടയും ആന്റുവാൻ ഗ്രീസ്മാനും ചേർന്ന് റിയൽ മാഡ്രിഡിനെ തകർത്ത് വിട്ടത് 3-1. ഒരു വർഷത്തിന് ശേഷം പകരം ചോദിക്കാനായി കിലിയൻ എംബാപ്പയെ കൂടെ പിടിച്ചപ്പോൾ റിയൽ മാഡ്രിഡ് പകരം മറുവശത്ത് അത്ലറ്റിക്കോ മാഡ്രിഡ് ചേർത്തത് ഹൂലിയൻ അൽവാരസിനെയാണ്. അതായത് 2018 ലോകകപ്പ് ജേതാവിനെ ഒരു സൈഡിലുള്ളപ്പോൾ 22 ലോകകപ്പ് ജേതാവ് മറുവശത്ത്. ഇരു ടീമുകളും പൂർവാധികം ശക്തിയുമായി ഇറങ്ങുമ്പോൾ ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നു: എംബാപ്പെ ഫിറ്റാണോ, കളിക്കുമോ എന്ന്. ആണെങ്കിലും അല്ലെങ്കിലും രണ്ട് ടീമുകളും നല്ല അത്യുഗ്രം പ്രകടനം കാഴ്ചവെക്കുമെന്ന് ഉറപ്പ്. ഈ ഞായറാഴ്ച പൊടിപാറും.